കേരളത്തിലെ തൊഴിലാളി വർഗ ചരിത്രത്തിലേറെ പ്രാധാന്യമറിയിക്കുന്ന സംഭവമാണ് ഇടവം 12 സമരം. കൊല്ലം കോട്ടൺ മിൽ തൊഴിലാളികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരിമണൽ തൊഴിലാളികൾ നടത്തിയ ജാഥ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ കലാശിച്ചു. അന്ന് ഇടവം 12 സമരത്തിൻ്റെ 75ാം വാർഷികമാണ് ഇന്ന്. മെയ് 25 വ്യവസായ സ്ഥാപനമായ കോട്ടൺ മില്ല് ലേക്കൌട്ട് ചെയ്തതിനെ തുടർന്ന് തൊഴിലാളികൾ സമരം പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾ കൊണ്ട് സമരം ബഹുജന പ്രക്ഷോഭമായി മാറി. സമരത്തെ ലാത്തികൊണ്ട് പോലീസ് നേരിട്ടു. തൊഴിലാളി നേതാവായിരുന്ന എൻ ശ്രീകണ്ഠൻ നായരടക്കം നിരവധി പേർക്ക് പരിക്ക് പറ്റി. സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതിൽ പ്രതിഷേധിച്ചാണ് കരിമണൽ തൊഴിലാളികൾ ബേബി ജോണിന്റെ നേതൃത്വത്തിൽ ചവറ കോവിൽത്തോട്ടത്ത് സംഘടിച്ചത്. നിരോധനാജ്ഞ ലംഘിച്ച് കൊല്ലത്തേക്ക് നീങ്ങിയ തൊഴിലാളികളെ പരിമണത്ത് പോലീസ് തടഞ്ഞു. പോലീസ് വിലക്ക് ലംഘിച്ച് മുന്നേറിയ തൊഴിലാളികൾക്ക് പിന്നീട് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനം. കേരളത്തിലെ തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന ഒരു ഏടായിട്ട് ഇടവം 11-12 സമരം നടന്നു. അത് പ്രധാനമായി കൊല്ലത്ത് എഡി കോട്ടൺ മിൽ, ഇന്ന് പാർവതി മില്ലെന്നറിയപ്പെടുന്ന എഡി കോട്ടൺ മില്ലിലെ സമരത്തെ തുടർന്ന് അവിടെ കമ്പനി ലോക്കൗട്ട് ചെയ്തു. അവിടുത്തെ സാധനങ്ങളുമായി മാനേജ്മെന്റ് കടക്കാൻ ശ്രമിച്ചപ്പോൾ തൊഴിലാളികൾ അതിനെ നേരിട്ടു. സമരത്തിന് നേതൃത്വം കൊടുത്ത ബേബി ജോണും OP ഭാസ്കരൻ പിള്ളയും ഒളിവിൽ പോയതോടെ പ്രതികളെ അന്വേഷിച്ച പോലീസ് തൊഴിലാളികളുടെ വീടുകൾ കയറിയിറങ്ങി. മർദ്ദനമുറകൾ സാർവത്രികമായി. സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു. വൃദ്ധരും കുട്ടികളും വരെ മർദ്ദനത്തിന് ഇരകളായി. ഇതോടെ നേതാക്കൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. ശ്രീകണ്ഠൻ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് മര്യാദഭൂതം എന്ന് പറയുന്ന അവിടുത്തെ ഇൻസ്പെക്ടറെ ക്രോസ് ബെൽറ്റിൽ പിടിച്ച് തൂക്കി എറിഞ്ഞിട്ട് ഗേറ്റ് ചവിട്ടി തുറന്നകത്തേക്ക് കയറുകയാണ്. ശ്രീകണ്ഠൻ അടക്കം മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. നേതാക്കന്മാർ മുൻപന്തിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് കാല് കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ശൈലി അവരുടെ തൊഴിലാളി വർഗ മുന്നേറ്റത്തിന് പോരാട്ടങ്ങൾക്ക് അതൊരു വലിയ ഊർജ്ജമായി. നമുക്ക് ചിന്തിക്കാനൊക്കുന്നതല്ല ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ. കൊല്ലത്തെ ഒരു വിഭാഗം തൊഴിലാളികളെ പോലീസ് മർദ്ദിച്ചതിന് മറ്റൊരു മേഖലയിലെ ചവറയിലെ കരിമണൽ തൊഴിലാളികൾ അങ്ങോട്ട് മാർച്ച് കടന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സന്ദേശം ഇവിടെ ഉണ്ട്. പിടിക്കപ്പെട്ട പ്രതികൾ 6 മാസം മുതൽ 3 വർഷം വരെ കാലയളവിലേക്ക് കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. പോലീസ് മർദ്ദനത്തിലും തടവിലും 3 പേർ രക്തസാക്ഷിത്വം വരിച്ചു. 100 കണക്കിന് പേർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായി. പ്രതികളെ അന്വേഷിക്കുക എന്നതിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ, തൊഴിലാളികളുടെ ഭവനങ്ങളിൽ ചെന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ മൃഗീയമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ദാരുണമായ സംഭവമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അവസാനം പാർട്ടി നേതൃത്വം ആലോചിച്ചാണ് സഖാവ് ബേബി ജോൺ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസിന് കീഴടങ്ങിയത്. അതിനുശേഷമാണ് ഈ പോലീസിൻ്റെ ഈ അതിക്രമങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായത്. സഖാവ് ബേബി ജോൺ 1ാം പ്രതിയായി 100 കണക്കിന് പേരെ പ്രതി ചേർത്താണ് ഇടവം 12 സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. ചവറക്കേസിൽ ജയിലിൽ കിടക്കുമ്പോഴാണ് 1952 നടന്ന തിരുക്കൊച്ചി പൊതുതെരഞ്ഞെടുപ്പിൽ ബേബി ജോണും ചെല്ലപ്പൻ പിള്ളയും വിജയിക്കുന്നത്. തൊഴിലാളികൾ 2 ഇല്ല 1 ഉള്ളൂവെന്ന സന്ദേശമാണ് ചവറയിലെ കരിമണൽ തൊഴിലാളികൾ ഇടവം 12 സമരത്തിലൂടെ നൽകുന്നത്. RSPയുടെയും തിരുവിതാംകൂറിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും സുവർണ ലിപികൾ എഴുതി ചേർത്ത സമരം കൂടിയാണ് ഇടവം 12. അരുൺ രാജ്, 24 കൊല്ലം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.